നമസ്കാരം, ഞാൻ അനിൽ കുമ്പഴ. കുമ്പഴാൻ ക്രൂവിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ആദ്യ എപ്പിസോഡായിരുന്നു ചിലന്തിവല എങ്ങനെയാണ് സിനിമയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. പക്ഷെ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയതും എനിക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ആ എപ്പിസോഡ് പൂർത്തിയായിട്ടില്ല, എല്ലാ എപ്പിസോഡും പോലെ അതൊരു പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് എല്ലാ ആൾക്കാരും, ഭൂരിപക്ഷം ആൾക്കാരും പറയുന്നത്. അത് മറ്റൊന്നുകൊണ്ടുമല്ല, നമ്മൾ ഈ ചാനൽ നിങ്ങൾക്ക് വേണ്ടി തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ എപ്പിസോഡായിരുന്നു. പ്രിയപ്പെട്ട കണ്ണൻ താമരക്കുളം എന്ന് പറയുന്ന ഡയറക്ടറായിരുന്നു നമ്മളോടൊപ്പം ആ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്. അത് വളരെ വിപുലമായ രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്ന ഒരാൾക്ക് വളരെ സിമ്പിളായിട്ട് അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നല്ല രീതിയിൽ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് ഒന്നുകൂടി ഞാൻ അവതരിപ്പിക്കുകയാണ്. ആദ്യം നമുക്ക് ഒരു ടേബിൾ ഫാൻ വേണം, ഇതേപോലുള്ള ഒരു ടേബിൾ ഫാൻ. ഈ ഫാനിന്റെ ഈ ഒരു ഫ്രണ്ടിലത്തെ ഈ ഗ്രില്ല് നമുക്ക് അഴിച്ചു മാറ്റണം. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഈ ചെറിയ വട്ടപാത്രം, അത് നമ്മളിങ്ങനെ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വട്ടപാത്രം വേണം. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഇത് പെട്രോളാണ്, ഒരു 50 രൂപയ്ക്ക് മേടിച്ച പെട്രോൾ കേട്ടോ. പിന്നെ നമുക്ക് SR എന്ന് പറയുന്നത് ഈ സിനിമാക്കാർ, അതായത് ആർട്ടിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ കൂടുതൽ ഇങ്ങനെയുള്ള പശയ്ക്ക് SR എന്നാണ്, അതായത് ഫെവിക്കോളിൻ്റെയാണ് SR എന്ന് പറയുന്നത്. പക്ഷേ ഇത് ചെരുപ്പൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പശയാണ്. ഇത് ഫർണിഷിങ് ഷോപ്പുകളിലൊക്കെ കിട്ടും. അതല്ല എങ്കിൽ നമ്മുടെ ഹാർഡ്വെയർ ഷോപ്പിലൊക്കെ ഫെവിക്കോളിൽ തന്നെ SR എന്ന് പറയുന്ന ഒരു പശ കിട്ടും. അതേപോലെ തന്നെ ഇത് വില കുറഞ്ഞാണ്, ഇതെങ്ങാണ്ട് 850 അങ്ങനെ എന്തോ ഉള്ളൂ ഈ ഒരു 5 ലിറ്ററിന് വരുന്നത്. പിന്നെ ഒരു ആണി, ഇത് ചുറ്റിയ ഇത് ആണി. അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ടുന്നത്. നമുക്കിതിൻ്റെ ഒരു എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത് നോക്കാം. അതപ്പോൾ ഇങ്ങനെ നമ്മൾ അഴിച്ചിഞ്ഞ് എടുക്കാനാണ്. ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഗ്രില്ല് നമ്മൾ അഴിച്ച് മാറ്റാനുള്ള പരിപാടി. ഇത് മൊത്തത്തിൽ ഇളകി വരുമോ എന്തോ. അപ്പോൾ നമുക്ക് ഈ വട്ടപാത്രത്തിൻ്റെ ഉപയോഗമാണ് ഇനിയുള്ളത്. ഈ വട്ടപാത്രം എടുത്തിട്ട് ഇതിൻ്റെ സെൻട്രലായിട്ട്, ഇതിൻ്റെ സെൻട്രൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഒന്ന് ഫിക്സ് ചെയ്യണം. സാധാരണ ഇത് ചെയ്യുന്നത് ഈ എക്സോസർ ഫാൻ ഉണ്ടോ, അതിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ വെൽഡ് ചെയ്ത് വെക്കത്തേ ഉള്ളൂ. പക്ഷേ ഇതിപ്പോൾ നിങ്ങൾക്ക് സാധാരണക്കാർക്ക് ഒരു ഷോർട്ട് ഫിലിം എടുക്കുന്ന ആൾക്കും ഇത് ഉപകാരപ്പെടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫാനൊക്കെ ആകുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ നമ്മൾ 4 കിഴുത്തി ഇട്ടിട്ടുണ്ട്. സൈഡ് ടേപ്പാണ് ഇത്, 2 സൈഡിലും പശയുള്ള ടേപ്പാണ്. അതിനാണ് ഈ ഡബിൾ സൈഡ് ടേപ്പ് ചേർക്കും എന്നൊക്കെ പറയുന്നത്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. സാധാരണ ഇത്രയും വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. കാരണം ഇതിൻ്റെ നടുക്കൊരു ഹോൾ ഇട്ടിട്ട് നമ്മൾ ഇരുമ്പിൻ്റെ ആണ് ഈ ലീഫെങ്കിൽ നമ്മൾ അതിലേക്ക് സ്ക്രൂ ഒന്നിൽ വെൽഡ് ചെയ്ത് പിടിപ്പിക്കുകയോ എല്ലാം ചെയ്താൽ മതിയായിരുന്നു. ഇതിൻ്റെ നടുക്കൂടി ഹോൾ ഇട്ടിട്ട് അതാണ് നമ്മൾ ഇനിയിപ്പോൾ അതിൻ്റെ അകത്തുള്ള മിശ്രിതമൊക്കെ ഒഴിച്ചു കൊടുക്കേണ്ടത്. നമുക്ക് ഈ ഗ്യാപ്പ് നമ്മൾ ഈ ഇതിൻ്റെ ഗ്യാപ്പ് ഒന്ന് അടച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ SR ഇതിൻ്റെ അകത്ത് ഒഴിക്കുമ്പോഴേ ഇതിൻ്റെ അകത്തൂടെ ചിലപ്പം പുറത്തേക്ക് ചാടിയാലോ.
ഇനി നമുക്ക് ഇതിന് കുറച്ച് കിഴുത്തുകൾ ഇടണം. ആ കിഴുത്തേക്കകത്തൂടെ നമ്മളെ ആ മിശ്രിതം പുറത്തേക്ക് വരണം. ഇനി നമുക്ക് ചിലന്തി വല ഒന്ന് കെട്ടണം. ആദ്യം ഒരു നൂല്, ബ്ലാക്ക് നൂലായിരിക്കും നല്ലത്, ഇതേപോലുള്ള നൂല്. അപ്പോൾ ആ നൂല് വെച്ചിട്ട് നമുക്കൊന്ന് എവിടെയാണോ നമ്മൾ ചിലന്തി വല അടിക്കാൻ പോകുന്നത് അതൊന്ന് കെട്ടാനുള്ളൊരു സെറ്റപ്പ് നമുക്ക് നോക്കാം. ആദ്യം ബേസ് ഉണ്ടാക്കണം. ഇനിയുമാണ് SR ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇത് SR എടുത്തിരിക്കുകയാണ് നമ്മളിപ്പം. അതേപോലെ ഇത് പെട്രോൾ ആണ്. ഈ പെട്രോൾ ഇതിലേക്ക് ഒഴിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വല പോലെ, അതായത് ഇത് ഡയറക്റ്റ് ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് നല്ലൊരു വല പോലൊന്നും വരില്ല. അപ്പൊ ഇത് പെട്രോളൂടെ മിക്സ് ചെയ്യുന്ന സമയത്തേക്ക്, ഇത് പെട്രോളിയം കെമിക്കൽ ആണല്ലോ ഈ സാധനം, ഇതുകൂടെ മിക്സ് ചെയ്യുന്ന സമയത്തേക്ക് കുറച്ചുകൂടെ ഒന്ന് ലൂസ് ആവും. ആ ലൂസ് ആകുന്ന സമയത്തേക്ക് നമ്മൾ ഇതിന്റെ അകത്തൂടെ നമ്മൾ ഈ ഫാൻ ഓൺ ചെയ്യുന്ന സമയത്തേക്ക് ആ നൂലിലേക്ക് ഇത് സ്പ്രെഡ് ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, ഇത് കൂടുതൽ സ്പ്രെഡ് ആകാൻ വേണ്ടിയിട്ടാണ് ഈ പെട്രോൾ ഒഴിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ SR ഇത്ര ഒഴിച്ചു, നോക്കി ഇത്രേ ഒഴിച്ചുള്ളൂ, ബാക്കി ഇത് ഇത്ര ഇരിക്കുകയാണ് സാർ, കണ്ട ഇത്ര എടുത്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്രോൾ നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്യണം, എന്തെങ്കിലും ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്കിനി സമയം കളയാനില്ല. നമ്മളിനിയിപ്പോൾ ഈ അടപ്പ് നമ്മൾ നല്ലപോലെ അടച്ചു സെറ്റാക്കി. ഇനി നമുക്ക് ഇതുമായിട്ട് നമുക്ക് നേരെ ആ വല അടിച്ചെടുത്തേക്ക് പോകാം. ബാബാ പരിധിയുണ്ട്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് പൊടികൾ ഇങ്ങനെ കണ്ട ആദ്യമായിട്ട് കുമ്പഴാൻ ക്രൂ യൂട്യൂബ് ചാനലിൽ ആദ്യമായിട്ട് എൻട്രി ആയപ്പോൾ ചെയ്തൊരു എപ്പിസോഡായിരുന്നു. പക്ഷേ നിങ്ങളുടെ നിരന്തരമായ ആവശ്യപ്രകാരമാണ് ഞാൻ ഇത്തരത്തിൽ വീണ്ടും ഇത് ക്രിയേറ്റ് ചെയ്യാൻ സന്നദ്ധനായത്. എന്നാലും ഇത് കണ്ടിട്ട് പലരും പറയാറുണ്ട്, ഓ ഇതാണോ ചിലന്തി വല എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ടാവും. എല്ലാവരെയും 100% നമുക്ക് തൃപ്തിപ്പെടുത്താനും പറ്റില്ല. പക്ഷെ എന്നാൽ സിനിമയിൽ ഇത്തരത്തിൽ തന്നെയാണ് ചിലന്തി വല ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ആ ഫാനിന്റെ ലീഫിന്റെ മുകളിൽ ആ വട്ടപാത്രം വെച്ചിട്ട് ഞാനത് ക്രിയേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത് നിങ്ങൾക്കാർക്കും ഇത് ചെയ്യാം എന്നുള്ളത് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അത് ഞാൻ തന്നിരിക്കുന്നത്. അതേപോലെ നിങ്ങളെ കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെയല്ല, കുറച്ചുകൂടെ പ്രൊഫഷണലായിട്ട് നമുക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, വട്ടപാത്രം നേരെ സെൻട്രലിൽ സ്ക്രൂ ചെയ്ത് തുളച്ചൊക്കെ ഇടുന്ന ഉണ്ട് സിനിമയിൽ നിരന്തരം. ഒരു ഹൊറർ സിനിമയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ ദിവസവും ഇത്തരത്തിലുള്ള ഒരു സംഭവം വേണം. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് സിനിമയിൽ ചിലന്തി വല ക്രിയേറ്റ് ചെയ്യുന്നത്, അതിനകത്ത് യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം തന്നെ ഇതിന്റെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പോൾ വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കാണും വരെ ബൈ.